അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എപ്പോഴും ഓർഡർ ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ അല്ലേ ഇടല്. ഇന്ന് നമുക്കൊരു സൽക്കാരത്തിൻ്റെ വീഡിയോ കണ്ടാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ചത്തെ സൽക്കാരത്തിൻ്റെ വീഡിയോ ആണിത്. ഹസ്ബൻഡിൻ്റെ മെരിയോൻ്റെ അന്വേഷിക്കാൻ വന്നതാണ്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ കല്യാണ നിശ്ചയത്തിന് മുന്നേ ഒരു അന്വേഷണമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വന്നതാണ്. അതിനിതാ ഞാൻ ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പെങ്ങളെ വീട്ടിലേക്ക് എത്തിയിട്ട് രാത്രി പുഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഞാനങ്ങനെ പുഡിങ്ങിൻ്റെ അടുത്തേക്കൊന്നും ഇല്ലാണ്ട് പോയിട്ടൊന്നുമില്ല. എല്ലാം മക്കളൊക്കെ ഉണ്ടാക്കിയതാണ്. അവരൊക്കെ ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. 12 മണി വരെ 12-12:30 വരെ അവിടെ ഉണ്ടായിനി. ഇങ്ങനെ ബഡായിയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കൂടെ നിന്ന്. പിന്നെ ഇതാ രാവിലെയാണ് മെയിൻ ഷെഫിൻ്റെ ഡ്യൂട്ടി. പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ അറിയും, എന്നാലും അങ്ങനെ പുഡിങ്ങിൻ്റെ മേലെ വല്ലാണ്ടൊന്നും നിൽക്കില്ല. ഇതാ രാവിലെ തന്നെ ഷെഫ് എത്തിയിട്ടുണ്ട്. എന്നിട്ടിതാ ഉള്ളിയൊക്കെ ഉരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു 7 മണിക്ക് തന്നെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പണിയും രാത്രി ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടില്ല. പുഡിങ്ങൊക്കെ രാത്രി ഉണ്ടാക്കി വെച്ചെന്നേലും ബാക്കിയൊക്കെ രാവിലെയാണ് റെഡിയാക്കിയത്. ഫസ്റ്റ് തന്നെ ഞാനിതാ ഉള്ളിയൊക്കെ ഉരിഞ്ഞതിന് ശേഷം കുബൂസിന് വേണ്ടിയിട്ട് കുഴച്ച് വെക്കുന്നത് അതൊന്ന് പൊങ്ങിക്കിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും 2-3 സ്പൂൺ പഞ്ചസാരയും ഒരു മുട്ടയും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്ത് സംഭവമായാലും നല്ല പോലെ കുഴച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഇതാ കുബൂസിന് ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇനി അതൊന്ന് പൊങ്ങാൻ വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇതാ രണ്ടാമത് ഞാൻ 1.5 കിലോ മൈദ വീണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ബട്ടൂരിക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്നതാണ്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ കസൂരി മേത്തിയും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞിരുന്നില്ല കേട്ടോ, കാരണം ഇത് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ അത് ആ തൈര് കൂടി അതിലേക്ക് ചേർത്ത് പിന്നെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് പാല് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാല് ചേർത്ത് ബാക്കി വെള്ളം കൂടി ചേർത്തിട്ടാണ് അത് കുഴച്ചെടുത്തത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഇതും കുഴച്ചെടുക്കണം കേട്ടോ, ബട്ടൂരിൻ്റെതും. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് അതും അവിടെ മൂടി വെക്കുന്നുണ്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ റെസ്റ്റ് ചെയ്യാൻ അവിടെ മാറ്റി വെക്കുക. പിന്നെ ഇതാ അനിയൻ്റെ വൈഫ് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇവരൊക്കെ ഇതൊക്കെ ഒരുക്കി തന്നാൽ എനിക്ക് പണികളൊക്കെ ചെയ്യാൻ എളുപ്പമാകുമല്ലോ. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ്. പിന്നെ ഇത് രാവിലെ നാസ്തക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരുമകൾ കറി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ കറി. ഇതാ കുതിർത്തി വെച്ച കാബൂളി കടലയില്ലേ, ആ കടല എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഗ്യാസുമ്മ വെക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അത് ഹമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതവിടെ വെച്ച് ചിക്കൻ്റെ കറി വെക്കാൻ അപ്പുറത്തടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറി അവിടുന്ന് റെഡിയാകുന്നുണ്ട്. പത്തിരിയും ചൂടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ. ഇനി ഇതാ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. വേറൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അത് രണ്ടും മാത്രം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായതിന് ശേഷം ഇതാ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് അടുത്ത പണിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ബീഫ് കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ സവാളയും പിന്നെ തക്കാളി 3-4 തക്കാളിയും കൂടി അതിലേക്കിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണാണ് എടുത്തത്. 3 വലിയ സ്പൂണ് മുളക് പൊടിയും 4 വലിയ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കുഴച്ചെടുത്തതിന് ശേഷം വലിയ കുക്കറിൽ 10 കിലോൻ്റെ കുക്കറിലാണ് ഇട്ട് കൊടുത്തത്. വിസിൽ കൊണ്ട് തന്നെ വേവും കേട്ടോ. അത് പിന്നെ നല്ല ഫ്രഷ് ബീഫല്ലേ, അതുകൊണ്ട് വേഗം വേവും. അങ്ങനെ അത് കുക്കറിൽ ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് അതൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് വിശന്നു നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പൊറോട്ട എടുത്തിട്ട് കറിയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് നാസ്ത കഴിക്കാൻ പോയിരുന്നു. 10-ലും ചിക്കൻ കറിയൊക്കെ അവിടെ ഉണ്ട്. അതെനിക്ക് വേണ്ടാത്തതുകൊണ്ട് പിന്നെ എടുത്തിട്ടില്ല. നേരത്തെ വേവിക്കാൻ വെച്ച കടലയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അതൊക്കെ തണിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതാ ഒരു മിക്സിൻ്റെ
മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞ് അതിൻ്റെ നീര് കുരുവൊന്നും ഇല്ലാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് തഹീന കൂടി 2 സ്പൂണ് തഹീന കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് പിന്നെ ഒലിവ് ഓയിലും കൂടി കുറച്ച് അതിലേക്ക് ചേർത്ത് പിന്നെ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അതൊരു ജാറിലാവാത്തതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ അടിച്ചതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം അടിച്ചതും അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ആകുന്നതിനനുസരിച്ച് സെറ്റാക്കി വെച്ചാൽ വേഗം പണി എളുപ്പമാകുമല്ലോ. അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ട് അതൊക്കെ ഒന്ന് അടച്ചിട്ട് അവിടെ വെച്ച് അങ്ങനെ ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ പെരക്കി വെക്കുന്നുണ്ട്. അത് ഞാനല്ല കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും പിന്നെ കസൂരി മേത്തിയും പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് പിന്നെ ഒരു മുട്ടയും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അതും കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് കുഴച്ചിട്ട് അവിടെ റെഡിയാക്കി സെറ്റാക്കി വെക്കുക. അതിന് ഉപ്പുമുളകൊക്കെ പിടിക്കട്ടെ. പിന്നെ അത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് പിന്നെ സവാള കുനുകുന അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാരൽ വെളുത്തുള്ളിയും 2 ഇഞ്ചിൻ്റെ കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. 3-4 പച്ചമുളകും ചേർത്ത് ഒരു വാരൽ അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു 3 തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടിയും അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബീഫിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കുരുമുളകും ഗരം മസാല ബീഫ് മസാല കസൂരി മേത്തി ഒക്കെ അതിലേക്ക് ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആറി കിട്ടണം. അതിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ പരിപാടിയിലേക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനൊക്കെ ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതൊരു 3 പാക്കറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് നമ്മുടെ തണിയാൻ വേണ്ടി മാറ്റി വെച്ച മസാലക്കൂട്ടില്ലേ അതൊക്കെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കൂട്ടി പിന്നെ കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചതാണല്ലോ. അങ്ങനെ ഒരടുപ്പത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച് മറ്റേ അടുപ്പത്ത് ഞാനിതാ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട്. ഒരു 3 കിലോ അരിക്കാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത്. 3 കിലോ മട്ടനും എടുത്തിട്ടുണ്ട്. മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉള്ളിയൊക്കെ നല്ല പോലെ വഴറ്റിയിട്ട് അതൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് ഞാനിതാ ജസ്റ്റ് ഒന്ന് കുബൂസിനൊക്കെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിട്ടേ അങ്ങനെ കുബൂസ് ചൂടുന്നെടുക്കുകയും ബട്ടൂരിയൊക്കെ ഓരോരുത്തർ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ബട്ടൂരിയും കുബൂസിനൊക്കെ ഒന്ന് ജസ്റ്റ് വീഴത്ത് പിന്നെ പാസ്തക്ക് ഉള്ളത് ഒരു ഭാഗത്ത് റെഡിയാകുന്നുണ്ട്. പിന്നെ ഇതാ മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ കോലൊന്നും നോക്കണ്ട കേട്ടോ. ബീഫിൻ്റെ കുക്കർ തുറന്നപ്പം പെട്ടെന്ന് ഫുള്ളൊന്ന് തിളച്ച് മറിഞ്ഞതാണ്. അതുകൊണ്ടാണ് അടുപ്പ് അങ്ങനെ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ വെൽക്കം ഡ്രിങ്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇളനീർ പൾപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇളനീറിൻ്റെ ഐസ്ക്രീമും ഒക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ മന്തി റെഡി ആയിട്ടുണ്ട്. മന്തി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, മെരിയോൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ദമ്മിനിടയായിന്ന് മസാല നടുക്ക് വെച്ചിട്ടാണ്. അതിൻ്റെ അടിയിലും ചോറുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് റെഡിയാക്കിയിട്ട് അവിടെ വെച്ച് ദമ്മിൽ. പിന്നെ ഇതാ സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അനിയൻ പറഞ്ഞ് എൻ്റെ കാണിക്കൊങ്കിൽ മാത്രം വീഡിയോ എടുത്താൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞു കാണൂല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നിട്ടൊന്ന് കാണിച്ചതാണ്. പിന്നെ എണീറ്റ് നിന്നിട്ട് തന്നെ ബാക്കി ഇളക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സലാഡിൽ എന്തൊക്കെ ചേർത്തെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഔക്കാടും പിന്നെ കസ്സൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ വേറൊരു സലാഡ് മെരിയോൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഇതാ അനിയൻ്റെ വൈഫ് കക്കരിയും തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ജഗപോക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേഗം നട്ട്സൊക്കെ സെറ്റാക്കുന്നുണ്ട് പാത്രത്തിൽ. ഈത്തപ്പഴവും എല്ലായിടത്തും എൻ്റെ കയ്യെത്തണമല്ലോ. അപ്പോൾ ഞാനും ജസ്റ്റ് വെറുതെ ഒന്ന് ഈത്തപ്പഴമൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങനെ മുട്ടായും ഒക്കെ റെഡിയാക്കി വെൽക്കം ഡ്രിങ്ക് ഇതാ അതും ഗ്ലാസ്സിലേക്ക്
ഒഴിച്ച് പിന്നെ തിരക്കാന്ന് ഇത്രയും നേരം പിന്നെ തിരക്കില്ലെങ്കിലും അവർ വന്നാൽ പിന്നെ ജഗപോക തന്നെയല്ലേ, ഒന്നിനൊരു ടൈം ഉണ്ടാവില്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വീഡിയോ എടുത്തതാണ് ഫുഡിൻ്റെ ഒക്കെ. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ കൊടുത്തതിന് ശേഷമാണ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തത്. പിന്നെ ഒരു ഭാഗത്ത് പുഡിങ്ങിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും രാത്രി ചെയ്തിട്ടില്ല, എല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതേലും ഫ്രീസറിലിട്ടോ, സോറി മാറിപ്പോയി വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ. അങ്ങനെ ഇതാ എല്ലാത്തിൻ്റെ മുകളിലും ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ബട്ടർ പുഡിംഗ് ഉണ്ട്, ഇളനീർ പുഡിംഗ് ഉണ്ട്, റഫല്ലോ പുഡിംഗ് ഉണ്ട്, പിന്നെ ബ്രൗണീൻ്റെ കേക്കും ഉണ്ട്, പിന്നെ ട്രസ്ലെച്ചസും ഉണ്ട്, പിന്നെന്ത് കസ്റ്റാർഡിൻ്റെ ഫ്രൂട്ട് സലാഡും അങ്ങനെ അതും കൂടി ഉണ്ട്. പിന്നെ പഴമുണ്ട്, ചക്കയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഒക്കെ ടേബിൾമേൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആണുങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല രസമാണെന്നല്ലേ, ഇങ്ങനെ ഇതെല്ലാം സെറ്റാക്കി വെച്ചാണ്. ഇങ്ങനെ ഞാനുണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അങ്ങനെ വന്നവരും ഇവിടെ ഉണ്ടായവരും ഒക്കെ നല്ല അഭിപ്രായമായിരുന്നു. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷമായി. അതൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം കഴിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ. പുതിയൊരു വിശേഷവുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ.